ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ വെള്ളിയാഴ്ച 33 പച്ച കുപ്പിവളകൾ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ്. നാളത്തെ ദിവസം എന്ന് പറയുന്നത് അധിക മാസത്തിലെ പഞ്ചമിയാണ്. അതും അധിക മാസത്തിൽ വന്നിരിക്കുന്ന വരാഹി ദേവിയുടെ കറുത്ത പക്ഷത്തിലെ വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള പഞ്ചമി തിഥി. പലപ്പോഴും ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇത് അധിക മാസമായതുകൊണ്ട് തന്നെ 33 എന്നുള്ള നമ്പറിന് ഈ ഒരു മാസം വളരെയധികം പ്രാധാന്യമുണ്ട്. 33 ദീപം കൊളുത്തുക, 33 പൂക്കൾ, 33 ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ 33 മന്ത്രം, ഇതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഉള്ളതാണ് നാളെ 33 പച്ച കുപ്പിവളകൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അതിനു മുൻപായി ഇന്ന് സങ്കടഹര ചതുർത്ഥിയാണ്. ഇന്ന് ഞാൻ 3 പരിഹാരങ്ങൾ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. 3ഉം നമുക്ക് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഒരുപാട് പേര് ദുബായിലെ അഭിജിത്ത് മുഹൂർത്ത സമയത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നോക്കിയിടാത്തത്. ഈ വീഡിയോ അപ്ലോഡായി ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും റിപ്ലൈ തന്നേക്കാം. അപ്പം നാളെ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് നോക്കാം. നമ്മൾ നാളത്തെ ദിവസം 3 പ്രാവശ്യം ശുക്രഹോര വരുന്നുണ്ട്. രാവിലെ 6 to 7, ഉച്ചയ്ക്ക് 1 to 2, രാത്രി 8 to 9. അതിൽ തന്നെ നമ്മുടെ സ്ഥലത്തെ സൂര്യ ഉദയത്തെ ബന്ധപ്പെടുത്തി ശുക്രഹോര സമയം മാറും. അതുകൊണ്ട് എല്ലാവരും അത് ഗൂഗിളിലോ അല്ലെങ്കിൽ ദൃക് പഞ്ചാംഗിലോ നോക്കി കറക്റ്റായിട്ടുള്ള സമയം മനസ്സിലാക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ 3-ൽ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ചെയ്യാം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ടെന്നുള്ളത്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യം, ഒന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊരു ഐശ്വര്യ കോലം വരയ്ക്കണം. ഇതാ ഞാനിവിടെ കാണിച്ചിട്ടുള്ളതാണ് ഐശ്വര്യ കോലം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എവിടെയാണോ ഈ ഒരു പരിഹാരം ചെയ്യാനിരിക്കുന്നത് ആ ഭാഗത്ത് ഈ ഒരു ഐശ്വര്യ കോലം വരയ്ക്കുക. നമ്മുടെ ഐശ്വര്യ കോല ലക്ഷ്മി പൂജ ചെയ്യുന്നവരുടെ ഒക്കെ കയ്യിൽ ഈ ഒരു സ്റ്റെൻസിൽ ഉണ്ടാവും. അങ്ങനെയല്ലെങ്കിൽ ഇതുപോലെ ഒരു മരത്തടിയിൽ പണിത ഐശ്വര്യ കോല ടേബിൾ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ല എന്നുള്ളവർ 8 ഇതളുള്ള ഒരു താമര പൂവ് വേണം വരയ്ക്കാനായിട്ട്. ഈ 2-ൽ ഏതെങ്കിലും ഒന്ന് വേണം നമുക്ക്. അത് വളരെയധികം മസ്റ്റാണ്. അതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഐശ്വര്യ കോലത്തിൻ്റെ നടുക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ തൊടണം. അതേപോലെ താമരപ്പൂവാണെങ്കിലും അതിൻ്റെ നടുക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ തൊടണം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള മഹാലക്ഷ്മി ദേവി ഫോട്ടോ വിഗ്രഹം, വരാഹി അമ്മയുടെ ഫോട്ടോ വിഗ്രഹം, കാരണം പഞ്ചമി തിഥിയാണ് നാളെ. അപ്പം ലക്ഷ്മി ദേവിയും വരാഹി അമ്മയും 2 അല്ല 1 തന്നെയാണ്. അതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഇല്ലാത്തവർക്ക് വരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതെടുത്ത് ഈ വരച്ചിരിക്കുന്ന താമരപ്പൂവ് അല്ലെങ്കിൽ ഐശ്വര്യ കോലത്തിന് നടുക്കായിട്ട് വെക്കുക. ഇപ്പോൾ ഫോട്ടോ വിഗ്രഹങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ കയ്യിൽ ഗജലക്ഷ്മി വിളക്കോ അഷ്ടലക്ഷ്മി വിളക്കോ ഉണ്ടെങ്കിൽ അത് നമുക്ക് മഹാലക്ഷ്മി ആയിട്ട് തന്നെ ഭാവിക്കാവുന്നതാണ്. അങ്ങനെയല്ലെങ്കിൽ സ്വർണം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് സ്വർണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു കുഞ്ഞു മൂക്കൂത്തിയാണെങ്കിലും മഹാലക്ഷ്മിയായിട്ട് കണ്ട് ഭാവിച്ച് നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കാവുന്നതാണ്. സ്വർണമാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു താമരപ്പൂ എടുത്തിട്ട് അതിന് നടുക്കായിട്ട് നമുക്ക് ആ സ്വർണം വെക്കാം. അതായത് ലക്ഷ്മി ദേവി വസിക്കുന്നത് പത്മത്തിലായതുകൊണ്ട് ആ പത്മത്തിൽ നമ്മൾ ലക്ഷ്മി ദേവിയെ ഇരുത്തുന്നു എന്നുള്ള സങ്കല്പമാണ് അവിടെ. താമരപ്പൂ കിട്ടും, നല്ല രീതിയിൽ താമരപ്പൂവൊക്കെ കിട്ടുന്നവർക്കാണ് ഈ രീതിയിൽ മഹാലക്ഷ്മിയെ വെക്കാൻ പറ്റുന്നത്. അപ്പം ആ രീതിയിൽ വെക്കുക. ഇനി ഇതൊന്നുമില്ല എന്നുള്ളവർക്ക് ഒരു മൺവിളക്കിൽ ദീപം മാത്രമായിട്ട് കൊളുത്തിയാലും മതി. അപ്പം നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഇവിടെ സ്വീകരിക്കാവുന്നതാണ്. അതിനുശേഷം മഹാലക്ഷ്മിയുടെ 2 സൈഡിലും നിങ്ങൾക്ക് ദീപങ്ങൾ കൊളുത്തി വെക്കാം. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ 2 സൈഡിലും നമുക്ക് ദീപങ്ങൾ കൊളുത്തി വെക്കാം.
ഇനി 2 സൈഡിൽ കൊളുത്തി വെക്കാൻ ദീപങ്ങളില്ലെങ്കിൽ ഇതുപോലെ ഒരു വിളക്ക് നമുക്ക് അമ്മയുടെ അടുത്തായിട്ട് മുൻപിലായിട്ടാണെങ്കിലും കൊളുത്തി വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 5 ദീപങ്ങൾ ഒന്നിച്ച് കൊളുത്താൻ പറ്റുമെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. പഞ്ചമി തിഥി ആയതുകൊണ്ട് ഇപ്പോൾ വാരാഹിയമ്മയ്ക്ക് 5 ദീപങ്ങൾ കൊളുത്തി പഞ്ചദീപ പൂജ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്താലും മതിയാവും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ സാധാരണയായിട്ട് ലക്ഷ്മി പൂജയൊക്കെ ചെയ്യുമ്പോൾ എത്ര ദീപങ്ങൾ കൊളുത്തുന്നുണ്ടോ അത്രയും ദീപങ്ങൾ മതിയാവും. പിന്നെ ലക്ഷ്മി ദേവിക്ക് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നത്, അത് മുല്ലപ്പൂവ്, റോസപ്പൂവ്, ചെമ്പകപ്പൂവ്, അങ്ങനെയുള്ള എന്തൊക്കെ പൂക്കൾ കിട്ടുമോ അതൊക്കെ കൊണ്ട് മഹാലക്ഷ്മിയെ അലങ്കരിക്കാവുന്നതാണ്. അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാവുന്ന കാര്യം. അതിനുശേഷം നമ്മൾ മഹാലക്ഷ്മി ദേവിക്ക് അർച്ചന ചെയ്യാനായിട്ട് 33 പച്ച കുപ്പിവളകളാണ് എടുക്കേണ്ടത്. ചുമന്ന കളർ കുപ്പിവളകളൊന്നും പാടില്ല, പച്ച കളർ കുപ്പിവളകൾ തന്നെ വേണം. ഇപ്പം നിങ്ങൾ ചിട്ടികാജലു എന്ന് പറയുന്ന നമ്മുടെ ചെറിയ കുപ്പിവളകളുണ്ടല്ലോ മഹാലക്ഷ്മിക്ക് അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, അത് കുപ്പിവളകൾ തന്നെ ആയിരിക്കണം. ചില്ലുകൊണ്ടുള്ള പ്ലാസ്റ്റിക് വളകളല്ല, കുപ്പിവളകളായിട്ട് നിങ്ങളുടെ കയ്യിൽ അതുപോലത്തെ വളകൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഒരല്പം മഞ്ഞൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി തുടച്ച് 33 എണ്ണം എടുത്തിട്ട് അതുകൊണ്ട് അർച്ചന ചെയ്യാം. പുതിയത് മേടിക്കണമെന്നുള്ള നിർബന്ധമില്ല. അങ്ങനെയല്ല, പുതിയത് മേടിക്കാൻ പറ്റുമെന്നുള്ളവർക്ക് 33 പുതിയ പച്ച കുപ്പിവളകൾ വാങ്ങിക്കാവുന്നതാണ്. അതിൽ നമുക്ക് ബോർഡറൊക്കെ വരുന്ന കുപ്പിവളകൾ അങ്ങനെയൊന്നുമുള്ള പ്രശ്നമല്ല. പക്ഷേ കുപ്പിവളകൾ തന്നെ ആയിരിക്കണം. വേറെ പ്ലാസ്റ്റിക്കിൻ്റെ വളകളൊന്നും നമ്മൾ മേടിക്കാനായിട്ട് പാടില്ല. കുപ്പിവളകൾ മേടിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഞങ്ങൾക്കത് പോയി വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്നവരാണെന്നുണ്ടെങ്കിൽ 33 പൂക്കൾ എടുക്കാം, അല്ലെങ്കിൽ 33 ഏലക്കായ എടുക്കാം. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠം പച്ച കളറിലെ 33 കുപ്പിവളകൾ തന്നെയാണ്. അതെടുത്ത് നമ്മുടെ മുൻപിലായിട്ട് വെച്ചേക്കുക. അതിനുശേഷം നിങ്ങൾ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നവരാണെങ്കിൽ അത് ചൊല്ലിക്കോളൂ. ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുന്നവരാണെങ്കിൽ അത് ചൊല്ലിക്കോളൂ. വേറെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിൽ അതൊക്കെ ചൊല്ലിക്കോളൂ. എല്ലാത്തിൻ്റെയും അവസാനം ഈ 33 കുപ്പിവളകൾ നമ്മൾ ഒരു ചെറിയ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കുപ്പിവളകൾ നമ്മുടെ കയ്യിലെടുത്ത് പിടിച്ച് ലക്ഷ്മി ദേവിയോട് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം. എൻ്റെ ഈ 33 വളകൾ കൊണ്ടുള്ള അർച്ചന അമ്മ നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിച്ച്, ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ഈ 33 വളകൾ കൊണ്ടുള്ള പ്രാർത്ഥന, അർച്ചന, വഴിപാട് അമ്മ സ്വീകരിച്ച് എൻ്റെ കുടുംബത്തിന് സാമ്പത്തിക ഉയർച്ച തന്ന് അനുഗ്രഹിക്കണം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ശേഷം ഈ കുപ്പിവളകൾ നമ്മുടെ വലത്ത് സൈഡിൽ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ഓരോ വളകളായിട്ട് അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുക. അത് അമ്മയ്ക്ക് മുൻപിൽ ഒരു വാഴയിലയോ അല്ലെങ്കിൽ ഒരു ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ഒരു പ്ലേറ്റോ വെച്ചിട്ട് അതിലോട്ട് സമർപ്പിച്ചാൽ മതിയാവും. അങ്ങനെയല്ല, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കൂട്ടുകാർ അല്പം വലിയ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അമ്മയുടെ ആ കൈകളിൽ 4 കൈകളിലായിട്ട് നമുക്ക് ഈ വളകൾ അണിയിക്കാവുന്നതുമാണ്. അപ്പം അതെന്താണോ അവരവർക്ക് താല്പര്യം അതുപോലെ ചെയ്യുക. ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ്: ഓം ഹ്രീം ശ്രീം ലക്ഷ്മിഭ്യോ നമഃ. ഓം ഹ്രീം ശ്രീം ലക്ഷ്മിഭ്യോ നമഃ. ഇതാണ് നമ്മൾ ചൊല്ലി അർച്ചന ചെയ്യേണ്ടുന്ന മന്ത്രം. ഇനി പൂക്കൾ, വളകൾ ഇതൊന്നും ലഭ്യമല്ലാത്തവർക്ക് 33 തുളസി ഇലകളോ കൂവളത്തിലകളോ എടുക്കാവുന്നതാണ്. കൂവളത്തിലയാണ് എടുക്കുന്നതെങ്കിൽ 3 ഇതളുകളുള്ള കൂവളത്തില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ചൊല്ലി നമ്മൾ വളകൾ കൊണ്ട് അമ്മയ്ക്ക് അർച്ചന ചെയ്യുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ മന്ത്രം ചൊല്ലി തീരുന്നത് വരെ വള നമ്മുടെ കയ്യിൽ വെച്ചിട്ട് മന്ത്രം ചൊല്ലി കഴിയുമ്പം അമ്മയുടെ അടുത്തായിട്ട് സമർപ്പിക്കുമ്പം അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം, മനസ്സിൽ കരുതണം, നമുക്ക് ധനവരവ് ഉണ്ടാക്കി തരണമെന്നുള്ള കാര്യം. അത് ചെയ്യുന്നു. അങ്ങനെ 33 പ്രാവശ്യത്തെ മന്ത്രം ചൊല്ലി വളകൾ സമർപ്പിച്ച ശേഷം ധൂപ ദീപ ആരതി എടുക്കുന്നു. നിവേദ്യമായിട്ട് നമ്മളിവിടെ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടത് പഴം നുറുക്കിയിട്ട് അതിൽ 1 സ്പൂണ് ശർക്കരപ്പൊടിയും തേനും കൂടി ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ്. പഴം ഏത് പഴവും എടുക്കാം,
ഏത്തപ്പഴം എടുക്കണ്ട, അതല്ലാത്ത നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു പഴവും എടുത്ത് അത് മുറിച്ചിട്ട് അതിൽ 1 സ്പൂണോ 1/2 സ്പൂണോ ശർക്കരപ്പൊടി ഇട്ടിട്ട് ഒരല്പം തേനും കൂടി ഒഴിച്ച് മിക്സ് ആക്കി കൊടുക്കുക. അതാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നേദ്യമാണ് ദേവിക്ക്. അപ്പോൾ അത് സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ വലത്തേ കൈ നമ്മുടെ നെഞ്ചിൽ വെച്ചതിന് ശേഷം അമ്മയോട് പറയണം, ഈ 33 വളകൾ കൊണ്ടുള്ള എൻ്റെ അർച്ചന അമ്മ സ്വീകരിച്ച് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നല്ല ധനസമൃദ്ധി ഉണ്ടാക്കി തന്നതിന് നന്ദി. അപ്പം പൂജ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്താണ് പറഞ്ഞത്? എൻ്റെ ഈ 33 വളകൾ കൊണ്ടുള്ള അർച്ചന അല്ലെങ്കിൽ വഴിപാട് അമ്മ സ്വീകരിക്കണമേ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പൂജ തീർന്നു, കർപ്പൂര ആരതിയും എടുത്തതിന് ശേഷം നമ്മൾ അമ്മയോട് പറയുന്ന എന്താണ്? 33 വളകൾ കൊണ്ടുള്ള എൻ്റെ ഈ ഒരു അർച്ചന അമ്മ സ്വീകരിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എന്നുള്ളതിനോടൊപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ നല്ല ധനസമൃദ്ധി ഉണ്ടാക്കി തന്നതിനും നമ്മൾ നന്ദി പറയുന്നു എന്ന് വേണം പറയാനായിട്ട്. അതിനുശേഷം വീട്ടിലുള്ളവർക്ക് മാത്രമായിട്ട് ആ ഒരു നേദ്യം വെച്ച പഴം കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു അധികമാസം തീരുന്നതിന് മുൻപുള്ള ഏതൊരു വെള്ളിയാഴ്ചയും ചെയ്യാം. അപ്പോൾ പീരിയഡ്സ് പോലെ വാലായ്മ പോലുള്ള കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തവർക്ക്, ഈ വീഡിയോ മിസ്സായവർക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഈ അധികമാസം തീരുന്നതിന് മുൻപുള്ള ഏതൊരു വെള്ളിയാഴ്ചയും ചെയ്യാവുന്നതാണ്. അപ്പം മറക്കാതെ എല്ലാവരും ഇത് ചെയ്യണം. തീർച്ചയായിട്ടും മഹാലക്ഷ്മി ദേവിയുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.